അജിത് പവാർ ശരത് പവാറുമായിട്ട് അതിന് തെറ്റിയിട്ടല്ല പോയത്. ശരത് പവാറിനെതിരെ 70,000 കോടിയുടെ ഇറിഗേഷൻ സ്കാം ഉണ്ടായിരുന്നു. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി അജിത് പവാറിനെതിരെ അപ്പോൾ ഭീഷണിപ്പെടുത്തി ആ പാർട്ടി പിളർത്തുകയാണ് ബി ജെ പി ചെയ്തത്. അജിത് പവാറിന് തന്നെ അറിയാം ഞാനിവിടെ നിൽക്കേണ്ട ആളല്ല, ഞാൻ ഈ കേസുള്ളതുകൊണ്ടാണ് ഞാൻ പാർട്ടി പിളർത്തുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു 2 ആഴ്ച മുമ്പ്. മഹാരാഷ്ട്ര ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പൂനെയിലെ പല മേഖലകളും, പ്രത്യേകിച്ച് പിപ്പിരി ചിഞ്ചുവാഡ് പോലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. മഹായുതിയുടെ സഖ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ടി വരും. ബി ജെ പി ഭരിച്ചൊരു മുനിസിപ്പൽ കോർപ്പറേഷനാണത്. അപ്പോൾ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എൻ സി പി എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ആയിരിക്കും അറ്റാക്ക് ചെയ്യേണ്ടി വരിക. സ്റ്റേറ്റിൽ ഒരുമിച്ച് ഭരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ആ സംസാരിക്കുമ്പോൾ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 70,000 കോടി രൂപ എനിക്കെതിരെ അഴിമതി ആരോപിച്ചൊരു പാർട്ടിയോടൊപ്പം ഉള്ളൊരു സർക്കാരിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞതാണ് എന്നൊരു തിയറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. ബി ജെ പിയെ വിമർശിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശിവസേന ഉദ്ധവ് ഭായ് താക്കറെയുടെ വിഭാഗം അത് കൃത്യമായി പറയുന്നുണ്ട്. സഞ്ജയ് റാവത്ത് എം പി, അവരുടെ എം പിയാണ്, രാജ്യസഭ എം പി, അദ്ദേഹം പറയുന്നത് അജിത് പവാർ ഒരു പക്ഷേ ഈ മഹാവികാസ് അഘാഡിയിലേക്ക് തിരികെ വരുമായിരുന്നു, അതിനുവേണ്ടിയുള്ള ആലോചനകൾ നടക്കുകയായിരുന്നു, അതറിഞ്ഞിട്ട് ആണ് അദ്ദേഹം തീർത്ത് കളഞ്ഞെന്ന് പറയുന്നവരുണ്ട്. ഇതിങ്ങനെ അതിന് രസമുള്ള കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനടിയിൽ വരുന്ന കമൻറ്റുകളാണ്, ഭയങ്കര രസകരമായ കമൻറ്റുകളാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ അതിലൊരു പൊളിറ്റീഷ്യൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്ന് പുറത്തിറങ്ങണം, കാരണം അത് അവിടെ സാധ്യത കൂടുതലാണ് എന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അത് കുറച്ച് ക്രൂരമാണ്. പക്ഷേ ക്രൂരമാണെന്ന് പറയുമ്പോഴും ആളുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ജസ്റ്റിസ് ലോയുടെ കാര്യമാണ്. ഓട്ടോറിക്ഷ ഇടിച്ച് മാത്രമല്ല ജഡ്ജിമാർ മരിക്കുക, പൊളിറ്റീഷ്യൻസ് മരിക്കുക എന്നുകൂടി അവരത് പറയുന്നു. ഇങ്ങനെ ആരോപിക്കപ്പെടാൻ, ഇപ്പോൾ ഒരു അപകടമുണ്ടായി ഒരാൾ മരിക്കുമ്പോൾ അതിൽ ഗൂഢാലോചന ആരോപിക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള പാസ്റ്റ് ഹിസ്റ്ററി അങ്ങനെയാണ്. അതിപ്പോൾ ജസ്റ്റിസ് ലോയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജിമാരുടെ കാര്യത്തിലോ രൂപാനിയുടെ കാര്യത്തിലോ മാത്രമല്ല, ബി ജെ പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, ബി ജെ പിയുടെ ഭരണഘടനയുണ്ട്, ബി ജെ പിയുടെ ഭരണഘടനയിൽ ബി ജെ പി ഉദ്ധരിക്കുന്ന ഐഡിയോളജി എഴുതിയുണ്ടാക്കിയ ഒരാളുണ്ട്, ദീൻ ദയാൽ ഉപാധ്യായ. ദീൻ ദയാൽ ഉപാധ്യായ എങ്ങനെയാണ് മരിച്ചത്? ഇപ്പോഴും ദുരൂഹമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ദുരൂഹമാണ്. മുഗൾ സരായ് എന്ന് പറയുന്ന യു പിയിലൊരു റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പ് കുറച്ച് ദൂരം മാറി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊല്ലപ്പെട്ട നിലയിൽ, രക്തത്തിൽ കുളിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അത് ട്രെയിനിൽ നിന്ന് വീണുള്ള മരണമല്ല, ആരോ അദ്ദേഹത്തെ തല്ലിക്കൊന്നതാണ്, അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. CBI വരെ ആ കേസ് അന്വേഷിച്ചു. ആർക്കും അറിയില്ല അദ്ദേഹം എങ്ങനെ മരിച്ചെന്നുള്ളത്.